ഓവർസിയർ റിവിഷൻ സീരീസിൻ്റെ 9ാം ഭാഗം വീഡിയോയാണ്. ഈ ഒരു വീഡിയോയിൽ 3D മോഡലിംഗ് എന്ന ഭാഗത്ത് നിന്നും പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്ന ഭാഗത്ത് നിന്നും നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് ഫോർ റെൻഡറിങ് എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ഡ്രോയിങ്? ഒരു സ്പെസിഫൈഡ് പാർട്ടിനെ റെൻഡർ ചെയ്യുന്നതിന് വേണ്ടി ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? ഡ്രോയിങ്ങിൻ്റെ ഒരു പ്രത്യേക ഭാഗം മാത്രം എടുത്തു കാട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? RB, RC, RD, RP. ദി ഷോർട്ട് കട്ട് കീ ഫോർ റെൻഡറിങ് എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ഡ്രോയിങ് എന്നത് RC ആണ്. സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ഡ്രോയിങ് എന്നത് RC ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ ഫോർ റെൻഡറിങ് ആൻ ഇമേജ്? ഒരു ഇമേജ് റെൻഡർ ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ ഫോർ റെൻഡറിങ് ആൻ ഇമേജ്? RS, RSP, RP, RW. RP എന്നതാണ് ഷോർട്ട് കട്ട് കീ ഫോർ റെൻഡറിങ് ആൻ ഇമേജ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില ഷോർട്ട് കട്ട് കീകൾ ഏതൊക്കെയാണ്? A എന്നത് ആർക്ക് വരയ്ക്കുവാൻ അല്ലെങ്കിൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് A. BH എന്നത് നമ്മൾ ഹാച്ചിങ്ങിന് ഉപയോഗിക്കുന്നതാണ് BH. C സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് C. CH എന്നത് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് CH പ്രോപ്പർട്ടീസ്. CHA എന്നത് ചാംഫർ, രണ്ട് ലൈൻ നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻസിനെ ജോയിൻ ചെയ്യാൻ ചാംഫർ എന്ന പ്രോപ്പർട്ടിക്കാണ് നമ്മൾ CHA ഉപയോഗിക്കുന്നത്. D ഡയമെൻഷൻ സ്റ്റൈല് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് D. E എന്നത് ഇറൈസ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ, ഒബ്ജക്ട്സിനെ ഡ്രോയിങ്ങിൽ നിന്നും നീക്കം ചെയ്യാനാണ് E ഉപയോഗിക്കുന്നത്. H ഹാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു. X എന്നത് എക്സ്പ്ലോഡിനാണ് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലോഡ് എന്നാൽ കോമ്പൗണ്ട് ഒബ്ജക്ട്സുകളെ സിമ്പിൾ ഒബ്ജക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എക്സ്പ്ലോഡ് എന്നുള്ളത്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് X. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് ടു ക്യാൻസൽ ദി ലാസ്റ്റ് കമാൻഡ് സെലക്റ്റഡ്? സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ലാസ്റ്റ് കമാൻഡിനെ ക്യാൻസൽ ചെയ്യുന്നതിനായി ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? Ctrl+ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു സിമ്പിളാണ് നമ്മൾ ഇവിടെ ഷോർട്ട് കട്ട് കമാൻഡായി ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് കമാൻഡ് ക്യാൻസൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഇത്. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് ഫോർ ഡിസൈൻ സെൻറ്റർ പാലറ്റ്? ഡിസൈൻ സെൻറ്റർ പാലറ്റിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+2 ആണ്. Ctrl+2 ഡിസൈൻ സെൻറ്റർ പാലറ്റിൻ്റെ ഷോർട്ട് കട്ട് Ctrl+2. വാട്ട് ഈസ് ദി കമാൻഡ് യൂസ്ഡ് ടു ടോഗിൾ ബിറ്റ്വീൻ ഐസോമെട്രിക് പ്ലെയിൻസ്? വാട്ട് ഈസ് ദി കമാൻഡ് യൂസ്ഡ് ടു ടോഗിൾ ബിറ്റ്വീൻ ഐസോമെട്രിക് പ്ലെയിൻസ്? Ctrl+E ആണ്. ദി കമാൻഡ് യൂസ്ഡ് ടു ടോഗിൾ ബിറ്റ്വീൻ ഐസോമെട്രിക് പ്ലെയിൻസ് എന്നുള്ളത് Ctrl+E ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ആക്സസ് ഷോർട്ട് കട്ട് കമാൻഡ് ഇൻ IBM കമ്പാറ്റിബിൾ കമ്പ്യൂട്ടർ? വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ആക്സസ് ഷോർട്ട് കട്ട് കമാൻഡ് ഇൻ IBM കമ്പാറ്റിബിൾ കമ്പ്യൂട്ടർ? അത് Alt എന്ന കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദി കീ ഫോർ 3D OSNAP? 3D OSNAPൻ്റെ കീ ഏതാണെന്നാണ്, ഫങ്ഷണൽ കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. F4 ആണ്. 3D OSNAPൻ്റെ കീ F4 ആണ്. വിച്ച് കമാൻഡ് അലോസ് യു ടു ചേഞ്ച് ദി ഡയറക്ഷൻ ആൻഡ് ഒറിജിൻ ഓഫ് കൺസ്ട്രക്ഷൻ പ്ലെയിൻ? കൺസ്ട്രക്ഷൻ പ്ലെയിൻ്റെ ഡയറക്ഷനും ഒറിജിനും ചേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് C പ്ലെയിൻ ആണ്. C പ്ലെയിൻ എന്ന കമാൻഡാണ് അലോസ് യു ടു ചേഞ്ച് ദി ഡയറക്ഷൻ ആൻഡ് ഒറിജിൻ ഓഫ് കൺസ്ട്രക്ഷൻ പ്ലെയിൻ. 9ാമത്തെ ചോദ്യം, ഹൗ മെനി ടൈപ്സ് ഓഫ് സർഫസസ് ആർ ഇൻ സർഫസ് മോഡലിംഗ്? സർഫസ് മോഡലിങ്ങിൽ എത്ര സർഫസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തരം സർഫസ് ഉണ്ട്? 2. സർഫസ് മോഡലിങ്ങിൽ 2 തരം സർഫസുകളാണ് ഉള്ളത്. ഹൗ മെനി ടൈപ്സ് ഓഫ് 3D മോഡലിംഗ് ആർ ഇൻ ഓട്ടോക്യാഡ്? ഓട്ടോക്യാഡിൽ
എത്ര തരം 3D മോഡലിംഗ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 3 ആണ് കറക്റ്റ് ആൻസർ. 1 2 3 4 എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 3. 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് WCS? WCSൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. WCSൻ്റെ ഫുൾ ഫോം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. WCSൻ്റെ ഫുൾ ഫോം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. വാട്ട് ഈസ് ദി എക്സ്റ്റൻഷൻ ഫോർ 3D മോഡലിംഗ് ഫയൽ? 3D മോഡലിംഗ് ഫയലിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി എക്സ്റ്റൻഷൻ ഫോർ 3D മോഡലിംഗ് ഫയൽ? 3D മോഡലിംഗ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .3DM എന്നാണ്. 3D മോഡലിംഗ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .3DM എന്നുള്ളതാണ്. ഇനി കുറച്ച് ഷോർട്ട് കട്ട് കീകൾ നമുക്ക് നോക്കാം. Ctrl+D ആണെങ്കിൽ കോർഡിനേറ്റ് ഡിസ്പ്ലേ. Ctrl+D ആണെങ്കിൽ കോർഡിനേറ്റ് ഡിസ്പ്ലേ ആണ്. Ctrl+G ആണെങ്കിൽ ഗ്രിഡ്. Ctrl+G ആണെങ്കിൽ ഗ്രിഡ് ആണ്. Ctrl+E ആണെങ്കിൽ സൈക്കിൾ ഐസോമെട്രിക് പ്ലെയിൻസ്. Ctrl+E ആണെങ്കിൽ സൈക്കിൾ ഐസോമെട്രിക് പ്ലെയിൻസ് ആണ്. Ctrl+F ആണെങ്കിൽ റണ്ണിങ് ഒബ്ജക്റ്റ് സ്നാപ്സ്. Ctrl+F ആണെങ്കിൽ റണ്ണിങ് ഒബ്ജക്റ്റ് സ്നാപ്സ് ആണ്. Ctrl+H ആണെങ്കിൽ പിക് സ്റ്റൈൽ. Ctrl+H ആണെങ്കിൽ പിക് സ്റ്റൈൽ ആണ്. Ctrl+I കോഡ്സിനെയും Ctrl+Shift+H ഹൈഡ് പാലറ്റ്. Ctrl+Shift+H ഹൈഡ് പാലറ്റും Ctrl+Shift+I ഇൻഫർ കോൺസ്ട്രെയിൻസുമാണ് സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീകളാണ്. നെക്സ്റ്റ് നമ്പറുമായിട്ട് വരുന്നതാണ്. Ctrl+0 ആണെങ്കിൽ ക്ലീൻ സ്ക്രീൻ എന്നുള്ളതാണ്. സ്ക്രീനാണ് Ctrl+0. ക്ലീൻ സ്ക്രീൻ എന്നുള്ളതാണ് ഈ ആണ്. Ctrl+1 ആണെങ്കിൽ പ്രോപ്പർട്ടി പാലറ്റ്. Ctrl+1 ആണെങ്കിൽ പ്രോപ്പർട്ടി പാലറ്റ്. Ctrl+2 ആണെങ്കിൽ ഡിസൈൻ സെൻറ്റർ പാലറ്റ്. Ctrl+2 ആണെങ്കിൽ ഡിസൈൻ സെൻറ്റർ പാലറ്റ്. Ctrl+3 ടൂൾ പാലറ്റ്. Ctrl+3 ടൂൾ പാലറ്റ്. Ctrl+4 ഷീറ്റ് സെറ്റ് പാലറ്റ്. Ctrl+4 ഷീറ്റ് സെറ്റ് പാലറ്റ്. Ctrl+6 DB കണക്റ്റ് മാനേജർ. Ctrl+7 മാർക്കപ്പ് സെറ്റ് മാനേജർ പാലറ്റ്. Ctrl+8 ക്വിക്ക് കാൽക്ക്. Ctrl+9 കമാൻഡ് ലൈൻ എന്നിവയാണ് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീകൾ. നെക്സ്റ്റ് നമ്മൾ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലെ ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ദി ഡിസൈൻ ലൈഫ് ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ്? സീവേജ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് എത്രയാണ് അതിൻ്റെ ഡിസൈൻ ലൈഫായിട്ട് ഏകദേശം എടുക്കുന്നത്? 30 to 40 years ആണ്. ഡിസൈൻ ലൈഫ് ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ് 30 to 40 years എടുക്കുന്നു. വാട്ട് ഈസ് ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നമ്മൾ സീവേജിൻ്റെ ആവറേജ് ടെമ്പറേച്ചറായി എത്രയാണ് കണക്കാക്കപ്പെടുന്നത്? 10 degrees Celsius, 15 degrees Celsius, 20 degrees Celsius, 25 degrees Celsius. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ 20 degrees Celsius ആയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ 20 degrees Celsius ആയി കണക്കാക്കുന്നു. വിച്ച് സീവർ റെസിസ്റ്റ് സൾഫൈഡ് കൊറോഷൻ? സൾഫൈഡ് മൂലമുണ്ടാകുന്ന കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന സീവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സീവർ റെസിസ്റ്റ് സൾഫൈഡ് കൊറോഷൻ? ബ്രിക്ക് സീവർ, കാസ്റ്റ് അയൺ സീവർ, RCC സീവർ, ലെഡ് സീവർ. ആൻസർ ലെഡ് സീവർ ആണ്. ദി സീവർ വിച്ച് റെസിസ്റ്റ് സൾഫൈഡ് കൊറോഷൻ ഈസ് ലെഡ് സീവർ. വാട്ട് ഈസ് ദി പീരീഡ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ഇൻ നോർമൽ കണ്ടീഷൻസ്? സാധാരണ നോർമൽ കണ്ടീഷൻസിൽ സ്ലഡ്ജ് ഡൈജഷന് എത്രത്തോളം ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പീരീഡ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ഇൻ നോർമൽ കണ്ടീഷൻസ്? 30 days ആണ് നമ്മൾ കണക്കാക്കുന്നത്. സ്ലഡ്ജ് ഡൈജഷന് എടുക്കുന്ന പീരീഡ് സാധാരണയായി 30 days ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിച്ച് ഗ്യാസ് ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ സെപ്റ്റിക് ടാങ്ക്? സെപ്റ്റിക് ടാങ്കിൽ പ്രധാനമായും ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ സൾഫൈഡ്. സെപ്റ്റിക് ടാങ്കിൽ പ്രധാനമായും ഉണ്ടാകുന്ന ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്.
സെപ്റ്റിക് ടാങ്കിൽ പ്രധാനമായും ഉണ്ടാകുന്ന ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ്. ഹൗ ഡസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻ ഈസ് എക്സ്പ്രസ്ഡ്? ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻ പ്രധാനമായും എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് റെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ പെർ അവറിലാണ്. ഒരു മണിക്കൂറിൽ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന രീതിയിലാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻ എക്സ്പ്രസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് പമ്പ് ഷുഡ് ബി സെലക്റ്റഡ് ഇൻ ഓർഡർ ടു പമ്പ് ദി സീവേജ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ടു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം? സെപ്റ്റിക് ടാങ്കിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് സീവേജ് പമ്പ് ചെയ്യുന്നതിനായി ഏത് ടൈപ്പ് പമ്പാണ് ഉപയോഗിക്കേണ്ടത്? സെപ്റ്റിക് ടാങ്കിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് സീവേജ് പമ്പ് ചെയ്യാൻ നമ്മൾ ഏത് ടൈപ്പ് പമ്പ് ഉപയോഗിക്കണം? വെർട്ടിക്കൽ സമ്പ് പമ്പ്, പ്രോഗ്രസീവ് ക്യാവിറ്റി പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, സ്ക്രൂ പമ്പ്? ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മാക്സിമം സ്പേസിംഗ് ഓഫ് മാൻഹോൾ ഇഫ് സീവർ സൈസ് അപ് ടു 0.3 മീറ്റർ? സീവർ സൈസ് 0.3 മീറ്റർ വരെ ആകുമ്പോൾ അവിടെ കൊടുക്കുന്ന മാൻഹോളിൻ്റെ സ്പേസിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി മാക്സിമം സ്പേസിംഗ് ഓഫ് മാൻഹോൾ ഇഫ് സീവർ സൈസ് അപ് ടു 0.3 മീറ്റർ? 45 മീറ്റർ ആണ് നമ്മൾ മാൻഹോളിന് കൊടുക്കുന്ന സ്പേസിംഗ്. സീവർ സൈസ് 0.3 മീറ്റർ വരെയാണെങ്കിൽ നമ്മൾ 45 മീറ്റർ ആണ് സ്പേസിംഗ് മാക്സിമം കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ കോഡിൽ പറയുന്നു. കാരണം നമ്മുടെ നിമിയുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് 30 മീറ്റർ എന്നുള്ളതാണ്. എന്നാൽ അത് കോഡ് അനുസരിച്ച് തെറ്റാണ്. നമ്മളതുകൊണ്ട് കോഡ് പ്രകാരം 45 മീറ്റർ ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ IS 1742/1960 അനുസരിച്ച് ഡയമീറ്റർ അപ് ടു 0.3 മീറ്റർ ആണെങ്കിൽ 45 മീറ്ററും ഡയമീറ്റർ അപ് ടു 0.6 മീറ്റർ ആണെങ്കിൽ 75 മീറ്ററുമാണ് മാക്സിമം നമ്മൾ കൊടുക്കുന്ന മാൻഹോളിൻ്റെ സ്പേസിങ്. 0.9 മീറ്റർ വരെയാണെങ്കിൽ 90 മീറ്റർ, 1.2 മീറ്റർ വരെയാണെങ്കിൽ 120 മീറ്റർ, 1.5 മീറ്റർ വരെ ഡയമീറ്റർ വരികയാണെങ്കിൽ 250 മീറ്ററും, ഇനി 1.5 മീറ്ററിനേക്കാൾ കൂടുതൽ ഡയമീറ്റർ ഉള്ളവർക്ക് നമ്മൾ 300 മീറ്ററുമാണ് സ്പേസിങ് കൊടുക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ അപ് ടു 0.3 മീറ്റർ ആണ്. അപ്പോൾ 45 മീറ്റർ ആണ് ആൻസർ വരുന്നത്. ഹൗ മെനി ചേംബേഴ്സ് ആർ ദെയർ ഇൻ എ സെപ്റ്റിക് ടാങ്ക്? ഒരു സെപ്റ്റിക് ടാങ്കിൽ എത്ര ചേംബറുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെപ്റ്റിക് ടാങ്കിൽ പ്രധാനമായും 2 ചേംബറുകളാണ് സാധാരണ കാണപ്പെടുന്നത്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസിലും അങ്ങനെയാണ്. സെപ്റ്റിക് ടാങ്കുകളിൽ 2 ചേംബറുകളാണ് ഉള്ളത്. വാട്ട് ഷുഡ് ബി ദി മിനിമം ഡയമീറ്റർ ഓഫ് കണക്റ്റിംഗ് പൈപ്പ് ഇൻ എ സെപ്റ്റിക് ടാങ്ക്? സെപ്റ്റിക് ടാങ്കിൽ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് പൈപ്പിൻ്റെ മിനിമം ഡയമീറ്റർ എത്രയായിരിക്കണം? What should be the minimum diameter of connecting pipe in the septic tank? അത് 100 mm അഥവാ 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. What should be the minimum diameter of connecting pipe in the septic tank? 100 mm അഥവാ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. Which plumbing system is common in India? ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പ്ലംബിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് 2 പൈപ്പ് സിസ്റ്റം ആണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്ലംബിംഗ് സിസ്റ്റം 2 പൈപ്പ് സിസ്റ്റം ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് മാൻഹോൾ കവർ? മാൻഹോൾ കവറിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? മാൻഹോൾ കവർ ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ്. മാൻഹോൾ കവറായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് മാൻഹോൾ ഹാവിംഗ് ഡെപ്ത് ഗ്രേറ്റർ ദാൻ 1.5 മീറ്റർ? ഡെപ്ത് 1.5 മീറ്ററിനേക്കാൾ കൂടിയ മാൻഹോളുകളെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1.5 മീറ്ററിനെക്കാട്ടിൽ കൂടുതൽ ഡെപ്ത് വരുന്ന മാൻഹോളുകളെ വിളിക്കുന്ന പേരെന്താണ്? സ്ട്രെയിറ്റ് മാൻഹോൾ, ഡീപ്പ് മാൻഹോൾ, ഷാലോ മാൻഹോൾ, നോർമൽ മാൻഹോൾ. ഡെപ്ത് 1.5 മീറ്ററിനേക്കാൾ കൂടിയ മാൻഹോളുകളെ നമ്മൾ ഡീപ്പ് മാൻഹോൾ എന്നാണ് വിളിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായും നിമിയുടെ ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 3D മോഡലിങ്ങിലെയും പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലെയും നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.
താങ്ക് യു.